നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിക്കാൻ പോകുന്നു. 2,32,361 വോട്ടേഴ്സ് സമ്മതിദാന അവകാശം വിനിയോഗിക്കും. 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ മണ്ഡലം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രാവിലെ വോട്ട് ചെയ്യും. സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല. 14 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. വിവരങ്ങളുമായി നിലമ്പൂർ ടൗണിൽ നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. 2,32,381 പേരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. എല്ലാം സജ്ജമാണ്. മോക്ക് പോൾ 5:30 ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കാനാകുന്നു. 3 സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? ക്രിസ്റ്റീന, ഉന്മേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇതാ ജനാധിപത്യത്തിൻ്റെ ഉത്സവം, അതൊരു ഉപതെരഞ്ഞെടുപ്പ് ഉത്സവം. ആ ഉത്സവത്തിൽ ഇപ്പോൾ ഞങ്ങളുള്ളത് നിലമ്പൂരിലെ ഇതാ പോളിംഗ് സ്റ്റേഷൻ്റെ പേരുൾപ്പെടെ കാണാവുന്നതാണ്. നിലമ്പൂരിലെ 202-ാം ബൂത്ത്. ഈ 202-ാം ബൂത്ത് ഇവിടുത്തെ മുതിര ഭാഗത്തുള്ള സ്ഥാനാർത്ഥികൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഈ ബൂത്തിൽ വോട്ട് ചെയ്യുന്നത് എം സ്വരാജാണ്. ഈ എം സ്വരാജ് വോട്ട് ചെയ്യുന്ന ബൂത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവം അത് കൃത്യമായി നടത്താൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ദൃശ്യങ്ങളിൽ കാണാം. മോക്ക് പോൾ പൂർത്തിയാക്കിയതിന് ശേഷം ഏജന്റുമാരും അതുപോലെ തന്നെ പോളിംഗ് ഓഫീസർമാരും അതിൻ്റെ നടപടിക്രമങ്ങൾ, അതായത് വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ എല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? എല്ലാം പൂർത്തിയായി വരുന്നു. ഈ മോക്ക് പോളിൻ്റെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏജന്റുമാരും വളരെ സജീവമായി ബൂത്തിൽ റെഡിയാണ്. ഓക്കെ, തയ്യാറായിരിക്കുകയാണ്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും മോക്ക് പോൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ കൗണ്ടിങ്ങും ഒരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. ഏറ്റവും നല്ല സമാധാനപരമായ ഒരു പോളായിരിക്കും നിലമ്പൂരിൽ നടക്കുന്നത്. അത്രയേ ഉള്ളൂ, സമാധാനമായിട്ട്. പ്രത്യേകിച്ച് ഈ ബൂത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത. സ്വരാജ് എപ്പോഴേക്ക് വോട്ട് ചെയ്യാൻ? 7 മണി നമ്മൾക്ക് സ്വരാജ് വോട്ട് ചെയ്യാൻ. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പോളിംഗ് ബൂത്തിനകത്ത് ഉള്ള ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. അതായത് 6:30 തന്നെ മോക്ക് പോൾ പൂർത്തിയാക്കി. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ കൃത്യം 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിക്കും. ആ വോട്ടിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എത്തിയപ്പോൾ ഒരു വോട്ടർ നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അദ്ദേഹം നേരത്തെ തന്നെ വോട്ട് ചെയ്യാനെത്തി ഇവിടെ കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 6:30 തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 5:30 തന്നെ എത്തി. എന്താണ് പേരെന്താ? ഹുസൈൻ. എന്താ നേരത്തെ തന്നെ ഇങ്ങോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു? അത് ഞാൻ എല്ലാ പ്രാവശ്യവും കുഞ്ഞാക്കളുടെ ടൈമിലും അതെ, ഞാൻ ഫസ്റ്റിലാണ് വരല്. ആദ്യത്തെ വോട്ട് ചെയ്യൽ ഒരു എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. താങ്ക് യു. ഇത് തന്നെയാണ് അവസ്ഥ. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളിയാവാൻ വേണ്ടി ഏറ്റവും പ്രായം ചെന്ന ഹുസൈൻ ഏതാണ്ട് 5:45 മണിക്ക് തന്നെ ഇവിടെ ബൂത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ കേവലം 8 മാസത്തേക്കുള്ള ഒരു സാമാജികനെ തിരഞ്ഞെടുക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നതിലപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയം നിലമ്പൂരിൽ ചുരുങ്ങിയത് നമ്മൾ കണ്ടു. അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഒന്ന്, അത് ഭരണ തുടർച്ചയുടെ ടെസ്റ്റ് ഡോസ് ആണ്. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ടെസ്റ്റ് ഡോസ്. അങ്ങനെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ഇത് ഒരു മാറ്റുരയ്ക്കലിൻ്റെ മത്സരമാണ്. അതായത് ഇതൊരു സെമി ഫൈനൽ എന്ന് പറയാം. അടുത്ത പൊതുതെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു മുൻപ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനൊക്കെയുള്ള കൃത്യമായ ഒരു ടെസ്റ്റ് കേസ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെയാണ്. ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവത്തിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ഉയർത്താൻ വേണ്ടിയാണ് 3 മുന്നണികൾ ഒപ്പം തന്നെ PV അൻവർ ശ്രമിച്ചത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലം. രാവിലെ കനത്ത മഴയായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. പക്ഷേ നിലമ്പൂരിലെ ജനത ഒരുപക്ഷെ ഇവിടുത്തെ പ്രചരണത്തെ കണ്ട്, അതായത് ചാലിയാറിനോളം പരപ്പുള്ള, ഒപ്പം തേക്കിനോളം കാതലുള്ള കാമ്പുറ്റ പ്രചരണം നടന്നിരുന്നു. ആ പ്രചരണത്തിനൊടുവിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്രമാത്രം ജനമെത്തും എന്നുള്ളത് 7 മണി മുതൽ നമുക്ക് കാണാം. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് നിലമ്പൂർ ടൗണിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.